യേശുവിൽ പ്രിയപ്പെട്ടവരെ, കാനനമസ്കാര പുസ്തകത്തിൽ ബഹുമാനപ്പെട്ട ആബേലച്ചൻ രചിച്ച ഒരു കവിതാഭാഗമുണ്ട്. ജലമുടതെല്ലും കലരാതെ ജലധിയിൽ നിന്ന് വിരിഞ്ഞു വരും സുരഭില വെള്ളത്താമര പോൽ ശിഷ്യന്മാരെ ഭുവനത്തിൻ വശ്യത കണ്ടുമയങ്ങാതെ ജിതമാനസരായി ജീവിച്ചു. ചെളിക്കുണ്ടിലെ ചെളിയിലാണ്, വെള്ളത്തിലാണ് താമര നിൽക്കുന്നെങ്കിലും വെള്ളത്തോടോ ചെളിയോടോ കലരാതെ ജലത്തിൻ്റെ ഉപരിതലത്തിൽ വിരിഞ്ഞ് പ്രശോഭിച്ച് നിൽക്കുന്ന വെള്ളത്താമരപ്പൂ പോലെ, മനോഹരമായ പൂ പോലെയാണ് ശിഷ്യന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചതെന്ന്. ലോകത്തിലാണ് അവർ ജീവിച്ചതെങ്കിൽ ലോകത്തിൻ്റെ മായങ്ങളിൽ മുഴുകാതെ, ലോകത്തിൻ്റെ ലയിച്ച് ചേരാതെ അവർ ഉയർന്ന ചിന്താഗതിയോടുകൂടി ഈ ഭൂമിയിൽ ജീവിച്ചു. നാം ഓരോരുത്തരും അങ്ങനെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഇന്നത്തെ വചനം പറയുന്ന പോലെ ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ഭൗമിക ചിന്താരീതിയിൽ ജീവിക്കുകയും ചെയ്യുന്നു. എന്നാൽ സ്വർഗീയമായ കാഴ്ചപ്പാടുള്ള ഉള്ളവൻ എല്ലാവർക്കും ഉപരിയാണ്. ഉയർന്ന തലത്തിലാണ് അവൻ്റെ ചിന്താഗതികളും പ്രവർത്തനങ്ങളും മുന്നോട്ട് പോവുക. അങ്ങനെയുള്ളൊരു മനോഭാവത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഈശോ നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. ആ ഒരു മനോഭാവം നമുക്കുണ്ടാകാനായിട്ട് ആഗ്രഹിക്കാം. ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, ലോകത്തോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നതെങ്കിലും ലോകം നമ്മളെ മുക്കിക്കളയാതെ സ്വർഗീയമായ പ്രഭയിൽ ജീവിക്കുവാൻ, മഹത്വമുള്ള ചിന്തകളോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.